നെയ്തലക്കാവിൽ നിന്ന് തുടങ്ങിയാണ് ശ്രീധര. അപ്പോൾ പൃഥ്വി ഇപ്പോൾ പറഞ്ഞോളൂ, ശിവകുമാർ വന്ന് അങ്ങ് വാതിൽ തുറക്കുന്നതോടുകൂടി ആവേശം അങ്ങ് കൊടുമുടിയിലേക്ക് കയറുന്നു. എന്താണ് അവിടെ ഒരുക്കങ്ങൾ പുറപ്പെട്ടോ? ദിവിഷ് അല്പസമയം നെയ്തലക്കാവിൽ നിന്നുള്ള എഴുന്നള്ളത്ത് ആരംഭിക്കും. അതിനുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിക്കൊണ്ടിരിക്കും. ഭഗവതിയുടെ കോലത്തിൽ കെട്ടുന്ന കാര്യങ്ങളാണ് മുന്നോട്ട് പോകുന്നത്. അതിനുശേഷം കോലമേറ്റും ക്ഷേത്രത്തിന്റെ ശിരസിലേറി നെയ്തലക്കാവിലമ്മ പൂര വിളംബരം നടത്തുന്നതിന് വേണ്ടി ഇപ്പോൾ അല്പസമയത്തിനും തന്നെ നടപടിക്രമങ്ങളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. മഴ മാറി നിൽക്കുന്നു. ശരി, അപ്പോൾ എന്തായാലും നെയ്തലക്കാവിൽ നിന്ന് എഴുന്നള്ളത്തിന്റെ പുറപ്പാട് ആരംഭിക്കുകയാണ്. മഴ അവിടെയും ചെറുതായിട്ട് മാറി നിൽക്കുന്നത്, ഇവിടെ ചെറുതായിട്ട് തുള്ളി തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും പതുക്കെ പതുക്കെ നെയ്തലക്കാവ് തിടമ്പേറ്റിക്കൊണ്ട് എറണാകുളം ശിവകുമാർ ഈ വടക്കുന്നാഥന്റെ സന്നിധിയിലേക്ക് വരികയാണ്. വടക്കുന്നാഥനെ വണങ്ങി ദേവി ഈ തെക്കേ ഗോപുരനട തുറക്കുന്നതോടുകൂടി ഔദ്യോഗികമായ വിളംബരം, പൂര വിളംബരം നടക്കുകയാണ്. പിന്നെ അങ്ങോട്ട് ഇത് നേരത്തെ വിളംബരമൊക്കെ കഴിഞ്ഞു, കാരണം ആളുകൾ പൂരത്തിന്റെ ആവശ്യത്തിലേക്ക് നേരത്തെ വന്നു കഴിഞ്ഞു. ഇത് ആചാരപരമായ അനുഷ്ഠാനപരമായ തുടക്കമാണ്. ഇനിയുള്ള ഓരോ മണിക്കൂറും പൂരത്തിന്റെ ആവേശം ഇങ്ങനെ പതുക്കെ പതുക്കെ മേൽപോട്ട് വരുന്നു. അപ്പോൾ പൃഥ്വി, നമുക്ക് വടക്കുന്നാഥനെ കേട്ടു അല്ലേ? മഴയ്ക്ക് അല്ലെങ്കിൽ പ്രകൃതിയോട് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞു, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തരണേ എന്ന്.